ഹൈമാവതി കൃഷി ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ ഇവിടെ കാണിക്കാൻ പോകുന്നത് വെച്ചാൽ ഞാനിപ്പോൾ ഇവിടെ ഒരു നരയും കുമ്പളത്തിൻ്റെ ഒരു പുതിയ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് നരയും കുമ്പളത്തിന് നരേനാണ്, മത്തനല്ല, മത്തൻ കൃഷിയല്ല, ഇത് നരയും കുമ്പളം അതിൻ്റെ കൃഷിയാണ്. ഇത് 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 ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ നിങ്ങൾക്കിവിടെ കാണിക്കാൻ പോകുന്നത്. കാണിച്ചു തരാം. ഇതിപ്പോൾ ഞാനിപ്പോൾ ഇവിടെ പോട്ടിയും മിശ്രിതമെല്ലാം നിറച്ച് വളവും എല്ലാം ഇട്ട് കുമ്മായവും എല്ലുപൊടിയും പിന്നെ ഇതെല്ലാം ഇട്ടിട്ട് ഞാനിപ്പോൾ ഇവിടെ നട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ വേണ്ടത് വെച്ചാൽ എല്ലാം ഇവിടെ നിറച്ച് വെച്ചിട്ടുണ്ട്. ഇത് ഇനിയിപ്പം നമുക്കിതിപ്പോൾ ഇവിടെ നട്ടിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാമല്ലോ. ഇത് കണ്ടില്ലേ, ഇത് കുരുവാന്ന് വേണ്ട ഇതാ. ഇനി ഇതിനകത്ത് ഇതിപ്പം ഇതിൻ്റെ അകത്ത് പിന്നെ ഇതിനകത്ത് നടാം. കണ്ടില്ലേ, ഇതാ ഇതിൻ്റെ അകത്ത് നട്ട് കാണിച്ചിട്ട് ഇതെല്ലാം ഇതിൽ നിറച്ച് എല്ലാം കുമ്മായവും എല്ലാം നിറച്ചിട്ടാക്കിയ പോട്ടി മിശ്രിതാണിത്. പൊടി ഇതെല്ലാം ഇട്ടിട്ട് നിറച്ച് വെച്ചതാ. ഇനിയിപ്പം ഞാൻ വേഗം ഇത് നട്ട് കാണിച്ചു തരാമല്ലോ. ഇതിലിപ്പം ഇതെന്നാന്ന് വെച്ചാൽ ഇത് നരയും കുമ്പളത്തിൻ്റെ കുരുവാന്ന്. ഇത് നട്ട് കൊടുക്കുക. ഈ കുംഭമാസം 22 നട്ടാൽ ഒരുപാട് ഉണ്ടാവുന്നാ പറയുന്നത്. ഉത്സവം കൊടിയും മൊഴിയും നീരുന്ന ദിവസം നടണം എന്നാ പറയുന്നത് ഈ നരയും കുമ്പളം. അത് 22 കഴിഞ്ഞു, എന്നാലും കുംഭമാസമല്ലേ. എന്നിട്ടാണ് ഞാൻ ഇതിപ്പം നടുന്നത്. ഇത് കണ്ടില്ലേ, ശരി, അതേ നന്നായി വരണേ ഭഗവാനെ. ഇത് പേനയുടെ നട്ട് കൊടുക്കട്ടെ. ഇത് നട്ടിട്ട് ഒരു 4 കുരുവാന്ന് വെച്ച് അത്രേ ഉള്ളൂ. 3 പാക്കറ്റ്, ഒരു പാക്കറ്റ് കുരുവാണെന്നാൽ 3 ഇടാനുണ്ടാവും, അത്രേ ഉണ്ടാവില്ല. കണ്ടില്ലേ, ഇതേപോലെ ഞാനിവിടെ നട്ട് കൊടുക്കട്ടെ. ഒന്നിവിടെ നട്ടു, ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം ഇതിൻ്റെ അകത്ത് നടുന്നത് ഇരുന്നടേ. ഇതിനകത്തെല്ലാം ഇട്ടിട്ടുണ്ട്. പൊടി പിന്നെ വളവും കരിയിലും എല്ലാം ആക്കിയാൽ അമ്മിയതിന് ശേഷമാണ് ഞാനിപ്പോൾ ഇതിനകത്ത് നിറച്ചിട്ട് നടുന്നത്. ഇനിയിപ്പം ഓരോന്നും നടാനില്ല. അത് പിന്നെ നടുമ്പോഴേക്ക് ഒരുപാട് നറക്കുമ്പോഴേക്ക് ഒരുപാട് ദീർഘമാവും. അതുകൊണ്ടാണ് എല്ലാം നിറച്ച് വെച്ചിട്ട് ഞാൻ നടുന്ന് കാണിച്ചു തരുന്നത്. എല്ലാം കുറേ കാണിച്ചില്ലേ, അതുകൊണ്ടാണ് ഇപ്പം ഇതിങ്ങനെ കാണിക്കുന്നത്. ഇതിപ്പം കണ്ടില്ലേ, ഇത് ഞാൻ നട്ടേ. ഇപ്പം ഇങ്ങനെ നട്ടിട്ട് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാ. ഇപ്പം കണ്ടില്ലേ, ഇതുപോലെ ഇടുക. ഇടയ്ക്ക് നിങ്ങളോടൊന്ന് പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങളെല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് തരുക. സപ്പോർട്ട് തരുന്ന മാത്രമല്ല ലൈക്ക്, ഹൈപ്പ്. നിങ്ങൾക്ക് ഒരു എന്തെന്നില്ല, നിങ്ങൾ ഹൈപ്പ് അടിക്കുമ്പം ശരിക്കും ശ്രദ്ധിച്ചിട്ട് ഹൈപ്പ് അടിക്കണം എന്ന് എനിക്ക് പറയാനുള്ളൂ. ഹൈപ്പ് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ആദ്യം തന്നെ ഹൈപ്പ് അടിക്കുമ്പം ലൈക്ക് വരും. ലൈക്ക് അടിക്കുമ്പോൾ ഹൈപ്പ് വരും. ആ ഹൈപ്പിൻ്റെ അടിച്ചാലേ നമുക്ക് ഹൈപ്പായി കിട്ടുള്ളൂ. നിങ്ങളിപ്പോൾ ലൈക്ക് അടിക്കുമ്പോൾ ഹൈപ്പ് വരുന്നത് എങ്ങനെയാ വെച്ചാൽ അതിൻ്റെ മൊത്തം ആരെങ്കിലും കൊടുത്ത പോയിന്റ് ഉണ്ടെങ്കിൽ അതാണ് കാണിക്കുക. അതുകൊണ്ട് നിങ്ങൾ അത് വിചാരിച്ചിട്ട് നിങ്ങൾ ഹൈപ്പ് അടിക്കാണ്ട് നിൽക്കരുത്. ഹൈപ്പ് തന്നെ അടിക്കണം. അതല്ല പോയിന്റ് വേറെ ഹൈപ്പാണ്. അതുകൊണ്ടാണ് എനിക്ക് നിങ്ങളോട് അത്രയും പറയാനുള്ളത്. അതുകൊണ്ട് പോയിന്റ് കിട്ടുന്നില്ല. നിങ്ങൾ എല്ലാവരും അടിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്, പക്ഷേ പോയിന്റ് വരുന്നില്ല നോക്കുമ്പോൾ. അതുകൊണ്ടാണ് ഞാനിതിപ്പോൾ ഇത്രയും പറയാൻ കാരണം. എല്ലാവരും ഒരുപോലെ അടിക്കുന്നില്ല. ഹൈപ്പ് അടിച്ചു എന്ന് പറയുന്നില്ല, ലൈക്ക് അടിക്കുമ്പോൾ തന്നെ വരുന്ന ആ ഒരു ഇത് മാത്രമേ നിങ്ങൾ കാണിക്കുന്നില്ലൂ. അതുകൊണ്ട് നിങ്ങളോട് ഒത്തിരിയും പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ ഏതായിരുന്നാലും എനിക്ക് ഉപകാരത്തിന് ചെയ്യുന്നതല്ലേ. അതുകൊണ്ട് അതിന് ഒരു ഛേദമില്ലാതൊരു പരിപാടിയല്ലേ. അതുകൊണ്ട് നിങ്ങളൊന്ന് ദയവ് ചെയ്തിട്ട് ഇതേപോലെ ഇതാക്കണം. ഈ 3 എണ്ണത്തിൽ ഞാനിപ്പോൾ ഇതോടെ നട്ടു. നിങ്ങളിപ്പോൾ കണ്ടില്ലേ. അതുകൊണ്ട് എല്ലാവരും വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് തരുക. ഇനി നടാൻ പോകുന്നത് വെച്ചാൽ ഇനി ലേശം പയർ വിത്തുണ്ട് ഇവിടെ. അതും കൂടി ഒന്ന് നട്ടെ. പയർ വിത്തും കൂടി ഉണ്ട്. ഇത് പയർ വിത്താണ്. അതും കൂടി 2 എണ്ണത്തിൽ നടാനുണ്ട്. അതും കൂടി നട്ടിട്ട് കാണിച്ചു തരാം. ഇതിപ്പോൾ 3 എണ്ണത്തിൽ ഇത് നട്ടു. ഇനിയിപ്പോൾ ഈ പയർ വിത്ത് ഇതും കൂടി നട്ട് 3 എണ്ണത്തിൽ ഇതിനൊക്കെ നട്ടതിൻ്റെ ബാക്കിയാണ്. അതുകൊണ്ടാണ് ഇപ്പം ഇന്ന് നടുന്നത്. വേറെ പ്രത്യേകമായി നടാനില്ല. കണ്ടില്ലേ, ഇതേപോലെ ഇതിവിടെ നട്ടു കൊടുക്കും. നടട്ടെ. ഇതുണ്ട, ഇതുപോലെ ഇവിടെ നട്ടു കൊടുക്കട്ടെ. ഇത് അത്രയും ഇതിനടുത്ത് നട്ടതിനകത്ത് കുറച്ച് ബാക്കിയുള്ളതാണ്. അത് ഞാനിവിടെ ഇതിൻ്റെ കൂട്ടത്തിലിവിടെ നട്ടക്കാന്ന് വിചാരിച്ചിട്ടാണ്. എന്താ ഒരു പാക്കറ്റ് കുരു കൊണ്ടുവന്നാൽ അത്രയൊന്നുമില്ല, പൈസയേ ഉള്ളൂ, കുരുവൊന്നും ഇല്ല. അതുകൊണ്ട് ഇത് ഞാനിവിടെ നടട്ടെ. മലയെല്ലാം പൊടിച്ച് കിട്ടിയില്ലെങ്കിൽ ഭാഗ്യം, പൊടിച്ചിട്ടില്ലെങ്കിൽ ഒറ്റയായി പോന്നു. അതാണ് വിഷമം. ഇതിപ്പോൾ കണ്ടില്ലേ, ഇതും കൂടി ഞാനെല്ലാം പൊടിയുടെ ആക്കി വെച്ചത്. എന്താണെന്ന് വെച്ചാൽ ഇതിനെ ഇതാക്കി വെച്ചെന്ന് വെച്ചാൽ
ഇത് ഒരുപാട് സമയം ദൈർഘ്യമായി പോകും എൻ്റെ വീഡിയോ. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് കുറക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിതെല്ലാം ആക്കി വെച്ചിട്ട് നിങ്ങളെ കാണിക്കുന്നത്. കണ്ടില്ലേ? ഇനിയിപ്പോൾ ഇതും കൂടി നഷ്ടേ. ഇനിയും ഉണ്ട്, നടാനുണ്ട്, എന്തെല്ലോ നടാനുണ്ട്. അതെല്ലാം ഞാൻ നിങ്ങളെ കാണിക്കാം. ഇതിപ്പോൾ തൽക്കാലം സമയമില്ല. എല്ലാം നിറച്ചിട്ട് കാണിക്കുമ്പോഴേക്ക് സമയം പോയി. ഒന്നിലെങ്കിലും നിറച്ച് കാണിക്കാന്ന് വെച്ചാൽ സമയമില്ല. അതുകൊണ്ടാണ്. ഇനിയിപ്പോൾ ഇത്രയേ ഉള്ളൂ. സന്ധ്യയായിപ്പോയി. പിന്നെ അധികം വൈകിയാൽ വിഷമമാണ്. ഇത്രയേ ഉള്ളൂ. നാളെ വേറെ വീഡിയോയായിട്ട് വീണ്ടും വരുന്നവരെ നിങ്ങൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. എല്ലാവരും ലൈക്ക് അടിക്കുക, ഹൈപ്പ് അടിക്കുക. പിന്നെ എന്നിട്ട് സബ് ചെയ്യാത്തവരാണ് സബ് ചെയ്യുക. എനിക്ക് അത്രയും നിങ്ങളോട് പറയാനുള്ളൂ. നിങ്ങളെ ഓരോരോ പിന്നെ ലൈക്കിനും സബിനും അധികം വിലപ്പെട്ട ഒരു ഇതാണ് എനിക്ക് കാണുന്നത്. അതുകൊണ്ട് നിങ്ങൾ ചെയ്താൽ എനിക്കത് വലിയൊരു കാര്യമാണ്. നിങ്ങൾക്ക് അത് വലിയൊരു കഷ്ടമായിട്ട് വരില്ല. അതുകൊണ്ട് ഇന്ന് ഇത്രയേ ഉള്ളൂ. നാളെ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ നന്ദി, നമസ്കാരം. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. നന്ദി, നമസ്കാരം. ഗുഡ് ബൈ.